നമ്മുടെ വീട്ടിലെ കൊച്ചു ഡൽഹരി ചാമ്പയുടെ മരം. ഇതിപ്പോൾ മേടിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ. മേടിച്ചപ്പോൾ ഈ മരം മേടിക്കുന്ന സമയത്ത് ഈ വലിപ്പം തന്നെ ഉള്ളൂ. മരം വലിപ്പത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഇതിൽ ഞാൻ മേടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പൂവുകളായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരൊറ്റ മാസം കൊണ്ട് ഞാൻ മേടിച്ചപ്പോൾ ഇത്രയും പൂവുകൾ, ഈ ഒരു ചെറിയ മരത്തിൽ ഇത്രയും പൂവും ചിലത് കായ ലെവലായിട്ടുണ്ട്. ഇത് മാത്രം ഒന്ന് രണ്ട് ഇത് കാണുന്നത് മാത്രമാണ് ഈ പൂവായിട്ട് നിന്നിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ അതിന് ശേഷം ഒരു മാസത്തിൻ്റെ ലെവലിൽ വന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല ചാമ്പയാണോ, പിന്നെ ലോകത്തിൽ തന്നെ നമ്പർ 1 ചാമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. ഇനി ഇത് കഴിച്ച് നോക്കിയാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇത് നിറയെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ കഴിച്ചു നോക്കിയാൽ, ഞാനിത് ജീവിതത്തിൽ ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് എന്താണ് അവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു നോക്കണം. അതിനുള്ള അവസ്ഥയൊക്കെ തിരിക്കുക. ഇവിടെയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഇത്രയും സെറ്റപ്പ് ആയതിൻ്റെ പേരിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയപ്പോൾ ഒരു തൈയും കൂടി മേടിച്ചിട്ടുണ്ടായി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ തൈ. ഇത് അത്രയൊന്നും വലുപ്പമില്ല, അതേപോലെ ഇതിമ്മ പൂവിടും കായൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇത് എന്തായാലും അതുണ്ടല്ലോ, വലുതൊന്ന് ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചെറിയ തയ്യാക്കാണ്. ഇത് ഈ ഒരു കളറിലായിരിക്കും കേട്ടോ അത് പൂർണ്ണമായും പഴുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഒരു ചാമ്പൊക്കെ വെക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ചാമ്പ വെച്ച് നോക്കി. ഇതുപോലെ തന്നെ പല ചാമ്പകളും ഉണ്ട്. ഉമ്മർ ചാമ്പ, ബെൽ ചാമ്പ, ബാലി ചാമ്പ, അതൊക്കെ ഏകദേശം ഈ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ ടേസ്റ്റും നല്ല ചാമ്പയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഈ ചാമ്പ ഒന്ന് എന്തായാലും നിങ്ങളെ വീട്ടിലും ഒന്നിറക്കി. എൻ്റെ ഒരു അഭിപ്രായമാണ്.